ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് എങ്ങനെ മരിക്കണം, അതിനുള്ള ഒരുക്കങ്ങൾ എന്താണെന്നുള്ളത് അധികം പേരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഈ ലോക ജീവിതത്തിൻ്റെ തിരക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ ഒരു ആത്മീയമായി മതിപ്പുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നുമല്ല സത്യം. വെറുതെ ഈ ജീവിതകാലം തീർത്തു എന്നുള്ളത് കൊണ്ടോ മാന്യമായ ജീവിതം നയിച്ചു എന്നുള്ളത് കൊണ്ടോ ഒന്നും ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു മരണം നമുക്ക് ലഭിക്കുകയില്ല. 116 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട കാര്യം തൻ്റെ ഭക്തന്മാർ മരിക്കുമ്പോഴാണ്. ഒരു ജീവിതകാലം മുഴുവനും ഈ ഭൂമിയിൽ ദൈവത്തെ മാനിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അനുസരിച്ചും ദൈവത്തിൻ്റെ വചനം നിർബന്ധമായും അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തൻ, ആ ഭക്തൻ്റെ ഈ ഭൂമിയിലെ ജീവിതം തികച്ച് കടന്നു പോകുന്നത് സ്വർഗത്തിൽ വലിയ ആഘോഷമാണ്. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗം മുഴുവനും ആവലോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, സ്തെഫാനോസ് മരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് തൻ്റെ ആ പ്രിയപ്പെട്ട ദാസൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ആവേശത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വേദപുസ്തകത്തിൻ്റെ സത്യമാണെങ്കിലും നമ്മൾ അധികം പേരും അതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഭൂമിയിലെ ആയുസ് നമ്മൾ ജീവിച്ച് തീർക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്ന ജീവിതം എന്താണെന്നൊന്നും അധികം പേരും ചിന്തിക്കാറില്ല. അവരവരുടെ ആത്മീയത്തിൽ സംതൃപ്തരായി നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികമായും ഞാൻ മരിച്ചാൽ സ്വർഗരാജ്യത്തിൽ എത്തും എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത്. വലിയ പ്രകടമായ തെറ്റുകളൊന്നും അനേകം പേരും ചെയ്യുന്നവരല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ഈ ജീവിതകാലം എത്ര ഭയത്തോടും ഭക്തിയോടും കൂടി ജീവിക്കേണ്ട ജീവിതമാണ്. കാരണം ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് അക്രദേശത്തെ കടന്നു പോകുക എന്നുള്ളതാണ്. എന്നാൽ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് ഇത് സമ്മതിക്കത്തില്ല. ഭൂമി പിറന്നു വീഴുന്ന തന്നെ മനുഷ്യൻ പിശാചിൻ്റെ ബന്ധനത്തിലാണ്. അധികം പേരും അറിയുന്നില്ല. ബന്ധനത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ അവനെ വിടുവിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് സകല ബന്ധനങ്ങളും അഴിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സാക്ഷ്യമുള്ള ഒരു ജീവിതം, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശുദ്ധനായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ ഹിതമൊക്കെയും നിർവഹിച്ച് ഭൂമിയിൽ നിന്ന് കടന്നു പോകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിച്ച് ഭൂമിയിൽ നിന്ന് കടന്നുപോയി. അപ്പം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുക എന്ന് പറയുന്നാൽ വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു പദവിയാണ്. ആ പദവി ചുരുക്കം പേർക്ക് ദൈവം കൊടുക്കുന്നതല്ല, ആ പദവിയിലേക്ക് ചുരുക്കം പേരെ വരുന്നുള്ളൂ. നമുക്കറിയാം, അബ്രഹാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൻ്റെ 8 വാക്യം, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. പഴയ കാലത്തെ ഒരു വിശുദ്ധനായ ദൈവത്തിലായിരുന്നു അബ്രഹാം. വളരെ പ്രതീക്ഷയോടെ വിളിച്ചുകൊണ്ട് വന്നതാണ് അബ്രഹാം. അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത്, അവൻ വയോധികനും കാലസമ്പൂർണനുമായി തൻ്റെ വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു. ദൈവം ആ കൊടുത്ത ആയുസ് മുഴുവന് തികച്ച് ഇടയ്ക്ക് ശത്രു തട്ടിക്കൊണ്ടു പോകാതെ ദൈവം ഉദ്ദേശിച്ച കാര്യപരിപാടി, അബ്രഹാമിനെക്കുറിച്ച് എന്തെല്ലാം കാര്യപരിപാടി കണ്ടിട്ടുണ്ടോ അത് മുഴുവൻ നിർവഹിച്ച്
അതാണ് ഞാൻ പറഞ്ഞത്. കാലസമ്പൂർണനായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. വളരെ ഭാഗ്യകരമായൊരു മരണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വേറൊരു വിശുദ്ധനായ ദൈവത്തിലുണ്ട്, ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യമാണ്, ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എത്ര മനോഹരമായൊരു വാക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. ഞാൻ അതിലേക്ക് കടക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൂമി ജീവിച്ച കാലം ദൈവത്തോടു കൂടി നടന്നു. എത്രയോ വരെ വഷളരായി നടക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, പാപ ഇമ്പങ്ങളിൽ കഴിയുമ്പോൾ, ലോകമേ ശരണമെന്ന് പറഞ്ഞു ജീവിക്കുമ്പോൾ, പണത്തിനു വേണ്ടി ഓടി നടക്കുമ്പോൾ, എല്ലാ വേണ്ടാതീനവും വചനത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ, ഹാനോക്കിനൊരു പ്രത്യേകത കിട്ടി. എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എൻ്റെ ദൈവത്തോടു കൂടി എനിക്ക് നടക്കണം. അതുവരെ ആരും അങ്ങനെയൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതം. ലോകം മുഴുവൻ നാശത്തിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യന് വ്യത്യസ്തമായ ചിന്താഗതി വരിക എന്ന് പറയുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. ലോകം അതിൻ്റെ വഴിക്ക് പോട്ടെ, ജനങ്ങൾ എങ്ങനെയും ജീവിക്കട്ടെ, എനിക്കൊരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലേ? ഹാനോക്കിന് സാധിച്ചു. അന്ന് സുവിശേഷമില്ല, അന്ന് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല, അന്ന് പ്രവാചകന്മാരാരും തന്നെ ഇല്ല, ഒരു രീതിയിലും നേർപാത നടത്താനുള്ള ഒന്നും തന്നെ ഇല്ലെങ്കിലും ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധം, ആ ദൈവനെ സ്നേഹിക്കുന്നുള്ള ബോധം, ആ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള നിർബന്ധം, ആ ദൈവത്തോട് കൂടെ നടക്കണം എന്നുള്ള ജീവിതം, ആ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം, ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ആ അത്ഭുതപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കെന്തുകൊണ്ട് സാധിക്കില്ല? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാര്യപരിപാടി അതാണ്. വിശുദ്ധന്മാർ ഒരാൾക്കെങ്കിലും സാധിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മാവ് ആവലോടെ വ്യാപരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് കണ്ണിൻ്റെ മുമ്പിൽ വെട്ടിത്തിളങ്ങുന്ന ഈ കാലഘട്ടത്തിൽ, അവൻ്റെ പരിശുദ്ധമായ രക്തം പാപപരിഹാരം തരുന്ന ഈ കാലഘട്ടത്തിൽ, വചനം നമുക്കിഷ്ടം പോലെ കിട്ടുന്നുണ്ട്, വേദപുസ്തകമുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷമുണ്ട്, എല്ലാം അനുകൂലമായിരിക്കുന്ന ഈ നല്ല കാലാവസ്ഥയിൽ, ഈ നല്ല കാലത്ത് എന്തുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൂടാ? ദൈവം എല്ലാവരെയും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷെ ആരെയും നിർബന്ധിക്കില്ല. ഇപ്പം ഹാനോക്കിന് ദൈവസാന്നിധ്യം വേണം, ദൈവം കൂടെ വരണം എന്നൊക്കെ ദൈവം കൊടുത്ത ആലോചനയൊന്നുമല്ല, അവൻ തന്നെത്താൻ നേടിയെടുത്തതാണ്. ഇതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമുക്കിഷ്ടം പോലെ സുന്ദരമായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അനേകർ പറയാറുമുണ്ട്, എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നൊക്കെയാണ് ലക്ഷ്യം എന്ന് പറയും. പക്ഷെ പറയുന്നതല്ലാതെ അതിനനുസരിച്ചുള്ള യാതൊരു പ്രവൃത്തിയും ചിന്താഗതിയും വരുന്നില്ല. ദൈവത്തോടു കൂടി നടക്കുക, അത് എൻ്റെ വിഷയമല്ലെങ്കിൽ പോലും എങ്ങനെ മരിക്കണം എന്നുള്ളതാണ്. ജീവിക്കുന്ന കാലത്ത് നമുക്ക് എങ്ങനെയാണ് മരിക്കേണ്ടത്, മരിക്കാനുള്ള ഒരുക്കം എങ്കാണ്? നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ബന്ധനത്തിലാണ്. പിതാക്കന്മാരുടെ ശാപമുണ്ട്, പാരമ്പര്യത്തിൻ്റെ ശാപമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള കുട്ടിയുടെ ബന്ധനം മാറ്റി അവിടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും വന്നവനാണ് പിശാച്. അവന് ദൈവത്തോട് പണ്ടുതൊട്ടേ വൈരാഗ്യമുണ്ട്. അവൻ ഏറ്റവും ജ്ഞാനസമ്പൂർണനായി സൗന്ദര്യപൂർണനായി ഒരു നല്ല മാലാഖയായിരുന്നു. അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴോട്ടിട്ടതിൻ്റെ വൈരാഗ്യം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവൻ്റെ വൈരാഗ്യം ദൈവത്തോട് നേരിട്ട് കാണിക്കാൻ പറ്റില്ല. ദൈവം ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം ആർക്കെങ്കിലും കൃപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവം ആരെയെങ്കിലും മാനിക്കുന്നുണ്ടെങ്കിൽ അവനെ തകർക്കുക. അവൻ്റെ ഉള്ളിൽ നിന്ന് കാഴ്ചപ്പാടുകൾ മാറ്റുക, അവൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിനെ മാറ്റുക, അവനെക്കൊണ്ട് എങ്ങനെയും പാപം ചെയ്യിക്കുക. പാപം ചെയ്താൽ അവൻ്റെ കസ്റ്റഡിയിലായി തീരും, അവൻ്റെ അടിമ മുഖത്തിലായി തീരും. അതുകൊണ്ട് മനുഷ്യനെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപാസക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവനെ കൊണ്ട് പാപം ചെയ്യിക്കുക. ഇതാണ് പിശാചിൻ്റെ പരിപാടി. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരു ചെറുപ്പകാലമുണ്ട്, എനിക്കൊരു ചെറുപ്പകാലമുണ്ട്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. വചനം അറിയാൻ പാടില്ല, സുവിശേഷം അറിയാൻ പാടില്ല, ക്രിസ്തുവിനെ അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവിനെ അറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എല്ലാവരും ജീവിക്കുന്നു, അതുപോലെ ഞാനും ജീവിച്ചു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ,
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചു. എന്താണ് വചനം? കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവം മാത്രമല്ല, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യൻ്റെ കൂടെയും ജീവിക്കും, മനുഷ്യനെ മാറ്റിമറിക്കും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ കുശവന് തൻ്റെ കയ്യിരിക്കുന്ന കളിമണ്ണ് ഏത് രീതിയിലുള്ളൊരു പാത്രമാക്കാനും കുശവന് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കഴിഞ്ഞകാലം എന്തായാലും എങ്ങനെയായാലും എത്ര ബന്ധനമുണ്ടെങ്കിലും എത്ര ബന്ധനമുള്ള കുടുംബത്തിൽ പിറന്നാണേലും എത്ര പാരമ്പര്യത്തിന് ശാപമുണ്ടെങ്കിലും ഇതെല്ലാം മാറ്റി എന്നെ തനി തങ്കമാക്കാൻ, ഒരു വിശുദ്ധനാക്കാൻ ദൈവം അധ്വാനിക്കുന്നു. ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ പറന്നു വീഴുന്നു, നമ്മൾ പഠിക്കുന്നു, ജോലി കിട്ടുന്നു, നല്ല ശമ്പളം കിട്ടുന്നു, വിവാഹം കഴിക്കുന്നു, വീട് വെക്കുന്നു, കാറ് വാങ്ങിക്കുന്നു. ഈ ലോകത്തിൽ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെയാണ് നമ്മുടെയും പ്രമാണം. ഞാനും അങ്ങനെ ജീവിച്ച മനുഷ്യനാണ്. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു? സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നു, സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നു, ആനന്ദങ്ങളുടെ പിന്നാലെ പോകുന്നു. ഈ ലോകത്തരുന്ന എല്ലാ സുഖങ്ങളും ആസ്വദിക്കണമെന്ന് ഹൃദയത്തിൽ ഉറച്ച ഒരു തീരുമാനം എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ കുറ്റം പറയത്തില്ല. അങ്ങനെയുള്ള മനുഷ്യനെ തേടിയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നത്. വചനത്തിൽ കൂടെ കടന്നു വരുന്നു. വചനം ജീവിപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവായിട്ട് കണ്ണിൻ്റെ മുമ്പിൽ വരുന്നു. മനുഷ്യനോട് ചോദിക്കുന്നു, യാചിക്കുന്നു, മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ? എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? തുച്ഛം പേര്. ആവേശത്താൽ ചിലരൊക്കെ സമർപ്പിക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. ഒരു മാനസാന്തരം കിട്ടുന്നുണ്ട്, ശരിയാണോ? ദൈവസ്നേഹം കിട്ടുന്നുണ്ട്, ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്, പാപം മാറുന്നുണ്ട്, ആദ്യസ്നേഹം ലഭിക്കുന്നുണ്ട്. എന്തോ ഒരു സന്തോഷമുള്ള ജീവിതം. ഒരു പാപവും വരുന്നില്ല, ഹൃദയത്തിലൊരു മ്ലേച്ഛത വരുന്നില്ല, ലോകത്തോട് താല്പര്യമില്ല. ഇത്രയും നാളും ജീവിച്ച നേരെ ഘടകവിരുദ്ധമായൊരു ജീവിതം, പറന്ന് കിടക്കുന്ന ജീവിതം, പാടിപ്പാടി കിടക്കുന്ന ജീവിതം, നാവിലെ സ്തുതിയുള്ള ജീവിതം, എന്തെന്നില്ലാത്തൊരു സമാധാനം സന്തോഷം കൊണ്ട് നമ്മൾ ഈ ലോകത്തിലല്ല ഒരു സ്വർഗത്തിലെ പ്രതീതി നമ്മുടെ ഉള്ളിൽ വരികയാണ്. അതുവരെ മുഴങ്കാലം അടക്കാത്ത മനുഷ്യൻ മുഴങ്കാലം അടക്കുന്നു. അതുവരെ വേദപുസ്തകം വായിക്കാത്ത മനുഷ്യൻ വേദപുസ്തകം വായിച്ച് അതിൽ രസം കണ്ടെത്തുന്നു. ആള് മാറുന്നു, സ്വഭാവം മാറുന്നു. എല്ലാവർക്കും അത്ഭുതം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഈ പാപിയായ മനുഷ്യൻ തിരിച്ചറിയണം, ഒരു ദൈവമുണ്ട്, അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ്റെ ബന്ധനം അഴിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന് നല്ല ഭാവി കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ മാത്രമല്ല, കടന്നു ചെല്ലുമ്പോഴും നിത്യ സൗഭാഗ്യത്തിന് ഒരു ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ വിളി എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? സ്വീകരിച്ചവർ പോലും കുറേ കഴിയുമ്പോൾ പിന്മാറിപ്പോകുന്നു. ഇതെല്ലാം നമ്മൾ പരിസരത്ത് നോക്കിയാൽ, എന്തിന് പരിസരത്തേക്ക് നോക്കണം? വേണ്ട. ആരും നിൽക്കുന്നില്ലയോ അവരും ദൈവമായിട്ട് കണക്ക് തീർക്കട്ടെ. എൻ്റെ മേലോ ദൈവത്തിൻ്റെ വിളി വന്നു, എൻ്റെ മേലൊരു പുതപ്പ് വീണു. എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ മാടി വിളിക്കുന്നു, ഞാൻ അതിന് കീഴ്പ്പെട്ടേ പറ്റുള്ളൂ, ഞാൻ അതിന് വില കൊടുത്തേ പറ്റുള്ളൂ, എന്നാണ് സകല മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും കർത്താവെന്ന് ഏറ്റു പറയുന്ന ഒരു സമയം വരും. മരണക്കടക്കുണ്ട് പ്രിയരെ, ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടി, ഒരു ധനികനായ മനുഷ്യൻ്റെ പെൺകുട്ടി, അവൾ മരണക്കിടക്കെ കിടക്കുക. മരണക്കിടക്കെ കിടക്കുമ്പോൾ അപ്പൻ വന്ന് ചോദിച്ചു, മോളെ എന്താണ് നിൻ്റെ ആഗ്രഹം? നിൻ്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം ഇഷ്ടം പോലുണ്ട്, ഡോക്ടർമാരുണ്ട്, എല്ലാവരും ഉണ്ട്, അവർക്കെല്ലാം പരിമിതിയുണ്ട്. അവൾക്ക് മനസ്സിലായി അവൾ ഈ ഭൂമി വിട്ട് കടന്നു പോകാൻ പോവാണെന്ന്. അവൾ പറഞ്ഞു, അപ്പാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? നീ പറഞ്ഞു. അപ്പൻ എനിക്ക് വിദ്യാഭ്യാസം തന്നു, അപ്പൻ എനിക്ക് സുഖസൗകര്യങ്ങൾ തന്നു, വാഹനങ്ങൾ തന്നു, ഞാൻ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നു. പക്ഷെ ഒരു കാര്യം അപ്പൻ മറന്നുപോയി, എങ്ങനെ മരിക്കണമെന്ന് എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ആ പിതാവിൻ്റെ തല കുനിഞ്ഞുപോയി. എത്ര പേര് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന്, അല്ല ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്? അതുപോലും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം സ്വന്തം ജീവിതത്തിലുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. പറയണ്ട, സ്വന്തം ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ആ കാറ്റ് അവരുടെ മേലടിക്കും, ആ ദൈവസ്നേഹം അവരുടെ മേലടിക്കും. അവരെ സ്വാഭാവികമായും ദൈവത്തെ ചവിട്ടി പുറത്തു പോകാൻ സാധ്യമല്ല, ദൈവത്തെ സമ്മതിക്കത്തില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാനത് മനസ്സിലാക്കിയൊരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഈ ജീവിതത്തിൽ മനുഷ്യന്
അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ അവൻ എത്രമാത്രം ഉത്സാഹിക്കുന്നുണ്ടെന്നുള്ള ദൈവം നോക്കുന്നത്. ഈ ഒരു ചെറിയൊരു കാലഘട്ടം, ചുരുങ്ങിയ ഒരു കാലഘട്ടം. പഴയകാലത്തൊക്കെ ഇഷ്ടംപോലെ ആയുസ്സുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഏറിയാൽ 70, 80 എന്നൊക്കെ പറയുന്നു. അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനും മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു മനുഷ്യനല്ലേ. 39-ാമത്തെ വയസ്സിൽ തീർന്നു പോകേണ്ട ജീവിതം കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. കർത്താവ് ആശ്ചര്യമായിട്ട് വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ പേടിക്കണ്ട, നിനക്ക് ഈ രോഗം തന്നതിന് പിന്നെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ലോകം ഇത്രയേ ഉള്ളൂ, ആരോഗ്യം ഇത്രയേ ഉള്ളൂ, സമ്പത്ത് ഇത്രയേ ഉള്ളൂ, മനുഷ്യബലം ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് സങ്കടമേ വരികയുള്ളൂ. ഈ കിടക്കയിൽ നിന്നെ സഹായിപ്പാൻ ആരുണ്ട്? ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് സഹായിക്കാൻ പറ്റുമോ? മക്കളുണ്ട്, മക്കൾക്ക് സഹായിക്കാൻ പറ്റുമോ? കൂട്ടായ്മക്കാരുണ്ട്, കൂട്ടായ്മക്കാരെ സഹായിക്കാൻ പറ്റുമോ? കൂട്ടുകാരുണ്ട്, അവർക്ക് സഹായിക്കാൻ പറ്റുമോ? ഇല്ലില്ല. ആർക്കും സഹായിക്കാൻ പറ്റാത്തപ്പോൾ ഏകനായി നിൻ്റെ അടുത്ത് കടന്നു വന്ന് നിൻ്റെ മരണക്കിടക്ക് മാറ്റി വരിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. നിന്നെ ഇപ്പോൾ ഒരു പാഠം പഠിപ്പിക്കാനാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നീ ഭാരപ്പെടണ്ട, നിൻ്റെ ആയുസ് തികയ്ക്കുന്നവരെയും ഞാൻ നിൻ്റെ കൂടെ കാണും. എൻ്റെ ആത്മാവിനെ നിൻ്റെ മേൽ പകരും. ഒരു കാര്യം, നിനക്കൊരാശങ്കയുണ്ട്, വീണ്ടും ഈ ക്യാൻസർ വരുമോയെന്ന്. പേടിക്കണ്ട, എൻ്റെ രക്തമാണ് നിൻ്റെ രക്തക്കുള്ളിൽ കൂടെ പാസ് ചെയ്യുന്നത്. നീ ധൈര്യമായിട്ടിരുന്നുള്ളൂ. എന്തൊരാശ്വാസം! എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആർക്ക് തരാൻ പറ്റും? ഇത്രത്തോളം നടത്തിയില്ല, എത്രയോ വർഷങ്ങളായി. ഈ നല്ലവനായ ക്രിസ്തുവിനെ ഞാൻ കാണുന്നു, നല്ലവനായ ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു, അവൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നു, അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. ഒരു നല്ല അവസാനത്തിന് വേണ്ടി എന്നെ ഒരുക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 73-ാം സങ്കീർത്തനം, അതിൻ്റെ 23, 24 വാക്യങ്ങൾ. എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിൻ്റെ ദാസനെ ദൈവം ആലോചന കൊടുക്കുകയാണ്. എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആസാഫ് പറയുകയാണ്, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. എങ്ങനെ ഒരു മനുഷ്യന് ആ പ്രാഗൽഭ്യം കിട്ടുന്നു? ഞാൻ നിൻ്റെ അടുക്കലിരിക്കുകയാണ് എപ്പോഴും. എൻ്റെ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഉറങ്ങുന്ന സമയത്ത് പോലും ഞാൻ നിൻ്റെ അടുക്കലിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വചനം കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? നിങ്ങളങ്ങനെ കൊതിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി, ദൈവത്തിൻ്റെ അടുക്കൽ. അത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ പറയുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഈ പ്രാഗൽഭ്യം എത്ര പേരുണ്ട്? ഭൂമി ജീവിക്കുമ്പോൾ നേടേണ്ടതല്ലേ ഇത്? ജീവനുള്ള ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ വലങ്കരം പിടിച്ചുകൊണ്ട് പകൽക്കാലം മുഴുവൻ ജീവിക്കുന്നു. അതല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ആ ഒരു ആഗ്രഹം വേദപുസ്തകത്തിൻ്റെ താളുകൾ ഒതുങ്ങിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമുക്കത് പകർത്താൻ പറ്റുമോ? നമുക്കത് ആഗ്രഹമായിട്ട് വരാൻ പറ്റുമോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? ലോകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ, നീ എൻ്റെ വലങ്കരം പിടിക്കണമേ, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുന്നതിന് മുമ്പ് പല നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ട്. എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം, നീ വലങ്കൈ പിടിക്കണം, അല്ലെങ്കിൽ ശത്രു എന്നെ തകർത്ത് കളയും. ഈ ഭൂമിയിലെ ജീവിതം നീ എന്നെ നടത്തണം, നീ എനിക്ക് ആലോചന പറഞ്ഞു നടത്തണം. നിൻ്റെ ആലോചനയിൽ മാത്രം ഞാൻ നടക്കും. ഞാൻ ലോകത്തിൻ്റെ ആലോചനയല്ല, മനുഷ്യ ആലോചനയല്ല, എൻ്റെ ബുദ്ധിയുടെ പ്രമാണമല്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നോടായിരിക്കും ചോദിക്കുന്നത്. നിൻ്റെ ആലോചനയാണ് എനിക്ക് വേണ്ടത്, നിൻ്റെ വലങ്കരമാണ് എന്നെ പിടിക്കേണ്ടത്, നിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ നീ എന്നെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എത്ര പ്രത്യാശയുള്ള ജീവിതം! എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതൊക്കെ കോരിത്തരിക്കുക. പഴയ ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അവരിതൊക്കെ അനുഭവിച്ചു. നമ്മളോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാം ഉണ്ട്, നിറവോടെ നിറവാണ്. പക്ഷെ സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? എനിക്കിത് വേണമെന്ന് ആഗ്രഹിക്കാൻ എത്ര പേരുണ്ട്? ഒരു മരണം വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ നല്ല കാലത്ത് ഞാൻ ഒരു വലിയ സത്യം കൂടെ കണ്ടെത്തി. ഈ കഷ്ടത വന്നിട്ട് ദൈവത്തെ വിളിക്കുന്നവർ ദൈവത്തെ കിട്ടും. പക്ഷെ കഷ്ടത മാറിക്കഴിയുമ്പോൾ അവരുടെ അടിസ്ഥാനം ശരിയല്ലാത്തതുകൊണ്ട് പിന്നെയും ലോകത്തിലേക്ക് പോകും. എന്നാൽ കഷ്ടതയില്ലാത്തവർ, ഒരു പ്രശ്നവുമില്ലാത്തവർ, കഷ്ടതയില്ല, ദാരിദ്ര്യമില്ല, കടമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അന്ന് ആ കാലഘട്ടത്തിൽ ദൈവത്തെ വിളിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം എനിക്ക് വേണം, എൻ്റെ ഹൃദയം അവൻ്റെ വാസസ്ഥലമായിട്ട് എനിക്ക് മാറ്റണം.
എനിക്കതേ ഭൂമി ജീവിക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തെ മാനിക്കണം. എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച ക്രിസ്തുവിനെ എനിക്ക് മാനിക്കണം. സ്വർഗം വിട്ടിറങ്ങി വന്നവനെ എനിക്ക് മാനിക്കണം. 2000 കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇന്നെന്ന പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ താളുകളിൽ അത് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ്, മകനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. നിന്റെ പാപത്തിന് പരിഹാരത്തിനാണ്, നിന്നെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനാണ്, നിനക്ക് സ്വർഗരാജ്യം തരാനാണ്, നിനക്ക് ഈ ഭൂമിയിൽ സൗഭാഗ്യമുള്ളൊരു ജീവൻ തരാനാണ് ഞാൻ മരിച്ചത്. അതിന്നും എൻ്റെ കാതുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ല, 24 മണിക്കൂറും പകൽക്കാല ബോധമുള്ള സമയത്തൊക്കെയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ അർത്ഥപാടി ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട് ആരുമില്ലാത്തപ്പോൾ. ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരാണ്? എന്താണ് എൻ്റെ യോഗ്യത? ഒരു യോഗ്യതയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. 11-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നേരുള്ളവർ അവരുടെ മുഖം കാണും. ഒരു സത്യമായി എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിൻ്റെ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ദൈവം മതി. അവർ മാത്രം എൻ്റെ മുഖം കാണും. ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ചോദിച്ചു വാങ്ങിച്ചവരാണ്. എന്നാൽ കർത്താവേ, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. നീ എന്നോട് മനസ്സലിഞ്ഞേ പറ്റുള്ളൂ. ഇത് നീ എനിക്ക് തന്നേ പറ്റുള്ളൂ. നിർബന്ധമുള്ള എത്ര പേരുണ്ട്? നേരുള്ളവർ അവൻ്റെ മുഖം കാണാൻ. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കതമായി ജീവിക്കുന്നവർ, കാപട്യമില്ലാതെ, കൗശലമില്ലാതെ, തന്ത്രങ്ങളില്ലാതെ ദൈവത്തെ പ്രസാദിക്കും നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. ഞാൻ തന്നെത്താൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അവൻ്റേതാണ്. അവന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ വേർതിരിച്ചതാണ്. എനിക്ക് അധികാരമൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. സ്വർഗത്തിലെ അതിപരിശുദ്ധനായ ദൈവത്തെ മാനിക്കാൻ എങ്ങനെ സാധിക്കും? കർത്താവെ, എൻ്റെ ഹൃദയം, എൻ്റെ ആയുസ്, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. മുഖം കാണാൻ ആഗ്രഹമുള്ളവരുണ്ടോ? മരണക്കടക്കിലേക്ക് നമുക്ക് ഒരുക്കാം. ദൈവത്തിന് സ്തോത്രം. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എന്ന് പറഞ്ഞ വാക്ക് മറന്നു പോകല്ലേ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. യഹോവ എൻ്റെ മുമ്പിൽ വരികയല്ല ചെയ്യണത്. ഞാൻ യഹോവയെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ കൊതിയാണ്. എൻ്റെ മുമ്പിൽ യേശു വന്ന് നിൽക്കണം. എനിക്ക് കാണുന്ന ഈ ലോകത്തിൻ്റെ മായക്കാഴ്ചകളല്ല വേണ്ടത്, സുഖസൗകര്യങ്ങൾ ഒന്നുമല്ല വേണ്ടത്. എനിക്ക് ഈ ലോകമല്ല എനിക്ക് മോദം, എനിക്കെൻ്റെ കർത്താവ് മതി. നീ എൻ്റെ മുമ്പിൽ വരണം. അതാണ് ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നല്ല ഉറപ്പാണ്. ആ ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവർ? നല്ല എനിക്ക് യേശു ക്രിസ്തു ഇവിടെ ഉണ്ട്. ചിലൊക്കെ സംസാരിക്കാൻ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങളെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ സഹോദര, ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഇവിടെ 2 പേര് നമ്മൾ സംസാരിക്കുന്നു, 3-ാമത് ഇവിടെ യേശു ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഉണ്ട്, യേശു ഇവിടെ ഉണ്ട്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ സംസാരം കേൾക്കാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആലോചന പറഞ്ഞുതരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം. ദാവീദ് പറയാണ്, നീ എൻ്റെ വലതുഭാഗത്തുണ്ട്. എങ്ങനെ ദാവീദിനകത്ത് മനസ്സിലായി? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാപം വിട്ടവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഈ ലോകത്തിലെ സകല കാര്യങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരു കാരണവശാലും ദൈവസാന്നിധ്യം കിട്ടില്ല. അത് വളരെ കൃത്യമാണ്. അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ട് കാര്യവുമില്ല. നിഷ്കളങ്ക ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ ചപ്പ് ചവറുകളും ഇതിനകത്ത് എടുത്ത് കളയുക. പിന്നെ ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നീ എൻ്റെ വലതുഭാഗത്തുള്ളവൻ ഞാൻ കുലുങ്ങിപ്പോയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ടെന്ന് അറിയുകയാണ്. എൻ്റെ മനസ്സ് ആനന്ദിക്കുക. ഇതിക്കുള്ളിൽ എന്താ വേണ്ടത്? എത്രയോ കാലങ്ങളായി നമ്മൾ വേദവസ്തം വായിക്കുന്നവരാണ്. ഇതേ പിടിച്ചുകൊണ്ട് കർത്താവ്, ഈ അനുഭവം എനിക്ക് വേണം. ഞാൻ എന്ത് വില കൊടുക്കണം? ഞാൻ എന്തൊക്കെ വിടണം? നീ എൻ്റെ വലത്ത് ഭാഗത്ത് വരണം. നീ എൻ്റെ വലംകരം പിടിക്കണം. എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഇന്ന് അനേകർ പറയുന്നുണ്ട് പേടിയാണ്, ഭയമാണ്, അങ്ങനെയാണെന്നൊക്കെ മനുഷ്യരെ പേടിയാണ്, ഈ രാത്രിയെ പേടിയാണ്, ഓരോ പ്രശ്നങ്ങളെ പേടിയാണ് എന്നൊക്കെ പറയുന്നു. എന്ത് പേടി പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തു മുന്നിലുണ്ടെങ്കിൽ, യേശുക്രിസ്തു വലത്തുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ എന്തിനെ, ആരെ പേടിക്കണം? പേടിയുള്ളവർ മനസ്സിലായിക്കോണം, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, ക്രിസ്തുവിനെ വിളിച്ചിട്ടില്ല. വെറും കാര്യസാധ്യത്തിൻ്റെ ഉപകരണമായി ക്രിസ്തു മാറിയിരിക്കുകയാണ്. സങ്കടമല്ലേ പ്രിയപ്പെട്ടവരെ?
ഇങ്ങനെ ജനങ്ങളെല്ലാം നശിച്ചു പോകുമ്പോൾ ഒരാൾ കർത്താവേ, എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കാൻ കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റണമേ, ഇന്ന മാലിന്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, ഇന്ന ശത്രുവിൻ്റെ അവകാശങ്ങൾ ഇരിപ്പുണ്ടെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തിരി രക്തത്താലും നിൻ്റെ ആത്മാവിനാലും നിൻ്റെ സർവ്വശക്തി കൊണ്ടും ഇത് എൻ്റെ ഹൃദയം ക്ലീനാക്കി തരണമേ, വെടിപ്പാക്കി തരണമേ. അത് നിനക്ക് വേണ്ടിയായിരിക്കും. എൻ്റെ നേർച്ച അതാണ്. ഈ അഴുക്ക് ഭണ്ഡാരം പിടിച്ചിരിക്കുന്ന എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്, ശരിയാണ്. പാപത്തിൻ്റെ വേരുകളുണ്ട്, പ്രവണതയുണ്ട്, എല്ലാം ഉണ്ട്. പ്രകടമായ പാപമില്ല, ചിന്തയിൽ നോട്ടത്തിലും ഒന്നുമില്ല, ശരിയാണ്. വികാരത്തിലുമില്ല, സ്വപ്നത്തിൽ പോലും ഇല്ല, ശരിയാ. അതുകൊണ്ടൊന്നും ഒരു കാര്യ കർത്താവേ, വേര് കിടപ്പുണ്ട്. ആ വേര് മാറണമെങ്കിൽ നിൻ്റെ ആത്മാവിൻ്റെ തീജ്വാലിനകത്തേക്ക് ഇറങ്ങണം. അത് നീ എനിക്ക് മാറ്റി തന്നതേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മരണക്കിടക്കയിൽ ഞാനിതെല്ലാം കണ്ടിട്ട് ഒരു പ്രയോജനവും എനിക്കില്ല. ഇന്ന് ഇവിടെ വച്ച് ഇപ്പോൾ തന്നെ നിൻ്റെ ആത്മാവിൻ്റെ മേൽ ഇറങ്ങണം. ഞാൻ നിൻ്റേതാണ്, എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിൻ്റേതാണ്, ഞാൻ വേറെ ആരുടെയും അല്ല. ഞാൻ നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. കർത്താവേ, നീ തന്നെ സ്വർഗരാജ്യം എനിക്ക് വേണം, അത് വേറെ ആർക്കും കൊടുക്കരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവത്തിന് സ്തോത്രം. 25-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. 25-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആരോടും ചെറുപ്പക്കാരോട് നമ്മൾ ചോദിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ പേര് പറയും. ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? അതും പറയും. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് ക്രിസ്തു എന്ന് പറയുമോ ആരെങ്കിലും? ഞാൻ ഇതുവരെയും ഒരു മനുഷ്യനും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെന്താ? കൂട്ടുകൂടാൻ പറ്റാത്ത ആളല്ലേ? എന്ത് ദ്രോഹം അവൻ ചെയ്ത്? എന്ത് ദ്രോഹം അവൻ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നെ വെടിപ്പാക്കുകയല്ലാതെ, എൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതല്ലാതെ, എനിക്ക് പ്രത്യാശ തരുന്നതല്ലാതെ, തകർന്ന നുറുങ്ങിയ ഒരു ഹൃദയം തരുന്നതല്ലാതെ, നന്ദി കൊണ്ട് ഹൃദയം നിറയ്ക്കുന്നതല്ലാതെ, ആഴക്കുഴിയിൽ നിന്ന് കോരിയെടുത്തതല്ലാതെ വേറെ എന്താണ് അവൻ ചെയ്തു തന്നത്? ദൈവത്തിന് സ്തോത്രം. ഈ 33-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 33-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ വാക്യം. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം ഏതാ? ഭക്ഷണമാണോ? ഉറക്കമാണോ? യാത്രയാണോ? പണസമ്പാദനമാണോ? എന്താണ്? നിങ്ങൾ ചിന്തിച്ച് നോക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എത്താൻ കണ്ടെത്തും. എൻ്റെ ഹൃദയത്തിന് അവനിൽ സന്തോഷിക്കും, ക്രിസ്തുവിൽ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, അനേകരെ വില കൊടുത്താണ് ഇത് വാങ്ങിക്കുന്നത്. എന്താ ഈ വില കൊടുക്കുന്നത്? എനിക്കുള്ളത് യാഗപീഠത്തിൽ വെക്കുക. ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. എനിക്കുള്ളത് തീരട്ടെ, എനിക്ക് നീ മതി. അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ചവരാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറഞ്ഞു, മരണക്കിടക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, തീമോഥെയോസിന് 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യാശയുള്ള മരണം നമുക്ക് എല്ലാവർക്കും മാതൃകയായിട്ടുണ്ട്. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി മെടഞ്ഞു വച്ചിരിക്കുന്നത് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയൊരു വിഷയമാണ്. അത് പിന്നെ എപ്പോഴേലും നിന്ന് സംസാരിച്ചോളാം. ഭാഗ്യകരമായൊരു മരണത്തിന് വേണ്ടി ഒരുക്കുക. ഈ ആയുസ് അതിന് വേണ്ടി തന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.